താഴ്ത്തി വിടർത്തിക്കൊണ്ട് അത് പരിശുദ്ധ അമ്മയെ നമുക്ക് ഈ സമയത്ത് എല്ലാവരും ചേർന്ന് കൈകൾ വിടർത്തി ഈ ഗാനത്തോട് ചേർന്ന് വിളിച്ചപേക്ഷിക്കാം. സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥൻ, സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശു. സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥൻ, സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശു. എല്ലാവരും ശബ്ദമുയർത്തി സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും, സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശു. സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും, സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശു. സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും, സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശു. സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും, സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശു. സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും, സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശു. സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും, സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശു. സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും, സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശു. സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും, സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശു. നാഥനും സ്വപുത്രനും തൻ പാവനാത്മനും മുതാ സ്തോത്രമേകിടുന്നു നിത്യ കാലവും നമോസ്തുതേ. കരങ്ങൾ കുരിശാരത്തിൽ വിളിച്ചു പിടിച്ച് പാപപരിഹാര ബലിയായ യേശുവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ പാപങ്ങൾ പൊറുക്കണമേ. അന്തിമനാളില് സ്വർഗരാജ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൈകളെല്ലാവരും ഉയർത്തി വീശി ആവേ 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 മരിയ. ആശംസകൾ അർപ്പിക്കാം. ആശംസകൾ ആശംസകൾ
ജന്മദിനത്തിൻ്റെ ആശംസകൾ. ഒരിക്കൽ കൂടെ ആശംസകൾ ആശംസകൾ ജന്മദിനത്തിൻ്റെ ആശംസകൾ. ഇരുകരങ്ങളും ക്രൂശിതനായ കർത്താവിലേക്ക് ഉയർത്തി. തിരുവിനാഴൊഴുകും തിരുച്ചോര തുള്ളിയ കഴുകേണമെന്നെ പൊന്നു കർത്താവേ. മൂന്നാമത്തെ രഹസ്യത്തിനായി പതിവ് പോലെ നമുക്ക് എല്ലാവർക്കും മുട്ടുകുത്തി നൽകാം. മൂന്നാം രഹസ്യം, പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായ മറിയം ലോകരക്ഷകനായ ഉണ്ണിയേശുവിനെ പ്രസവിക്കുവാൻ കാലിത്തൊഴുത്ത് സന്തോഷപൂർവ്വം തെരഞ്ഞെടുത്തതിനെ ഓർത്ത് നമുക്ക് ധ്യാനിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ കന്യകാമാതാവിൻ്റെ ജീവിതം ധന്യമാകുന്നത് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ വെച്ച. അതെ, അവൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും അത് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ വെച്ച. അതെ, നമ്മളും അനുഗ്രഹിക്കപ്പെടുന്നത് ഈ സമയത്താണ്. എല്ലാവരും മുട്ടുമേൽ നിന്ന് രണ്ടു കരങ്ങളും അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കുക. എല്ലാവരും അല്പം ബുദ്ധിമുട്ടോടുകൂടിയാണെങ്കിലും മുട്ടുകുത്തി നിൽക്കുക. മൂന്നാം രഹസ്യത്തില് അമ്മയുടെ തിരുമുൻപിൽ മക്കളായ നമ്മൾ അല്പം സഹനത്തോടെ മുട്ടുമേൽ നിന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും അമ്മ സ്നേഹസമ്മാനം തരാതിരിക്കുകയില്ല. മക്കളെന്ന നിലയിൽ സ്നേഹസമ്മാനം ചോദിക്കാൻ പോവുക. എല്ലാവരും രണ്ട് കൈകൾ ഉയർത്തുക. രണ്ട് കൈകൾ എല്ലാവരും അമ്മയിലേക്ക് ഉയർത്തി അമ്മയിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക. സമയത്ത് ആരും ഇടത്തേക്കും വലത്തേക്ക് നോക്കരുത്. എല്ലാവരും പരിശുദ്ധ അമ്മയിലേക്ക് നോക്കി ഒന്ന് പ്രാർത്ഥിച്ച് സ്വരം ഉയർത്തി പ്രാർത്ഥിക്കണം. എല്ലാവരും മുൻവശത്ത് നിൽക്കുന്നവരൊക്കെ മുട്ടുകുത്തി നിൽക്കുക. പരിശുദ്ധ അമ്മേ, അത്ഭുത മാതാവേ, അമ്മയുടെ ഈ പിറന്നാൾ ദിവസം അവിടുത്തെ മക്കളായ ഞങ്ങളിതാ സ്നേഹ സമ്മാനങ്ങള് ചോദിക്കുന്നു. ഞങ്ങള് അവകാശപ്പെട്ട മക്കളെന്ന നിലയില് അമ്മയുടെ ജന്മദിനത്തിന്റെ സമ്മാനമായി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ നിയോഗങ്ങളും ഏറ്റെടുക്കണമേ. ഈ സമയത്ത് കുട്ടികളില്ലാത്ത എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും ഈ സമൂഹത്തിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുക. കുട്ടികളില്ലാത്ത ദമ്പതികളുണ്ടെങ്കിൽ ഒരുങ്ങിയ മനസ്സോടെ പ്രാർത്ഥിക്കാൻ പോവുക. കുട്ടികളില്ലാത്ത ദമ്പതികൾ, വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ഈ സമയത്ത് എഴുന്നേറ്റ് നിൽക്കട്ടെ. ബാക്കിയുള്ളവരെല്ലാവരും അമ്മയുടെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തട്ടെ. എല്ലാവരും കൈകൾ ഉയർത്തി. മക്കളെ, വെറുതെ ഇവിടെ നിന്നുകൊണ്ട് കാര്യമില്ല. മറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഉരുകിയ മനസ്സോടുകൂടെ പ്രാർത്ഥിക്കണം. സ്വർഗം തുറക്കാൻ പ്രാർത്ഥിക്കണം. സ്നേഹ സമ്മാനം ചോദിച്ചു വാങ്ങണം. ഞാൻ ഓർക്കുന്നു, 21 വർഷം വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികള് അത് കഴിഞ്ഞ അമ്മയുടെ ജന്മതിരുന്നാള് ഒരു 2ാം ശനിയാഴ്ചയായിരുന്നു. അന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ഇന്ന് അവർക്ക് ഓമനിക്കാനായിട്ട് ഒരു പെൺകുഞ്ഞിനെ കൊടുത്തു. ആ മാസം തന്നെ ആ പെണ്ണ് ഗർഭിണിയായി തീർന്നുവെങ്കിൽ ഇവിടെ നിൽക്കുന്ന വന്ധ്യമായ ഉദരങ്ങള് ഇന്ന് തുറക്കപ്പെടുന്ന നിമിഷമാണ്. കരഞ്ഞു പ്രാർത്ഥിക്കുക, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. ആരെയും നോക്കാതെ പരിസരം മറന്ന് മുട്ടുകുത്തി നിൽക്കുന്നവരൊക്കെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയായ മാതാവേ, കണ്ണുനീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 8 നോമ്പെടുത്ത നിന്റെ സന്നിധിയുടെ കുഞ്ഞുങ്ങളില്ലാതെ വന്ധ്യമായ ഉദരത്തോടെ കടന്നു വന്നിരിക്കുന്ന ഈ സഹോദരന്മാരുടെ വന്ധ്യമായ ഉദരം തുറക്കപ്പെടട്ടെ. സങ്കീർത്തനം 127 3-ാം വാക്യത്തിൽ അരുൾ ചെയ്തിട്ടുള്ളതുപോലെ സ്നേഹസമ്മാനമായ കുഞ്ഞോമന മക്കൾ സ്വർഗത്തിൽ നിന്ന് ദൈവം ഇവർക്ക് നൽകുവാൻ പ്രാർത്ഥിക്കണമേ. ഈ സമയത്ത് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികള് കരഞ്ഞു പ്രാർത്ഥിക്കുക. അമ്മയോട് വിളിച്ചു പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കുക. നീരൊഴുകട്ടെ മക്കളെ, എല്ലാവരും പ്രാർത്ഥിക്കുക.
പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയത്ത് പരിശുദ്ധ മാതാവിന്റെ തിരുസ്വരൂപത്തിന്റെ ഭാഗത്തിൽ നിന്ന് 6 പ്രകാശ രേഖകള് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് ഞാൻ കാണുന്നു. ഈ സമയത്ത് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവരെ അനുഗ്രഹിക്കുന്ന മാതാവിന്റെ കരങ്ങളിൽ ഇരിക്കുന്ന ഒരു ചോര കുഞ്ഞിനെ ഈ സമയം എടുത്തു നീട്ടുന്നു. 6 പ്രകാശ കിരണങ്ങള് ഈ സമൂഹത്തിലേക്ക് നിലപിക്കുന്നതായിട്ട് കാണുന്നു. ഈ സമയത്ത് അമല മനോഹരി അമ്മയോട് അനുഗ്രഹിക്കുക. അമല മനോഹരി അമ്മയല്ലേ നീ, ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കാം. കരങ്ങൾ ഉയർത്തി. അമല മനോഹരി അമ്മയല്ലേ നീ, ഇപ്പോഴും എപ്പോഴും ഈ സമയത്ത് എഴുന്നേറ്റ് എന്നവരെ മുട്ടുകുത്തി നിൽക്കുക. ഈ പ്രിയപ്പെട്ട ദൈവമക്കളെ, വിവാഹ തടസ്സങ്ങളുള്ള യുവതി യുവാക്കന്മാരെ എഴുന്നേറ്റ് നിൽക്കുക. വിവാഹ തടസ്സങ്ങൾ, പല കല്യാണാലോചനകൾ വന്നിട്ട് നടക്കാതെ പോകുന്നിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടികൾ എഴുന്നേറ്റ് നിൽക്കട്ടെ, സഹോദരന്മാർ എഴുന്നേറ്റ് നിൽക്കട്ടെ. യുവതി യുവാക്കന്മാര് ഈ സമയത്ത് ഐശ്വര്യപൂർണമായ ഒരു വിവാഹ ജീവിതത്തിന് വേണ്ടി ദൈവം അനാദിയിൽ നിശ്ചയിക്കപ്പെട്ട ജീവിത പങ്കാളിയെ കാലത്തിന്റെ തികവില് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാള് ആഘോഷിക്കുന്ന ഈ വേളയിൽ ലഭിപ്പാൻ എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. കൈകൾ ഉയർത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന പെൺകുട്ടികള്, കല്യാണാലോചന നടത്തിക്കൊണ്ടിരിക്കുന്ന യുവാക്കന്മാർ കൈകൾ നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. അമ്മയായ അത്ഭുതമാതാവേ, വിവാഹ തടസ്സങ്ങളുള്ള ഈ യുവതിവാക്കന്മാരുടെ മേൽ കരുണ തോന്നി അനാദിയിലുള്ള ദൈവപദ്ധതി അനുസരിച്ചുള്ള ജീവിത പങ്കാളിയെ ലഭിപ്പാൻ അമ്മയായ അത്ഭുതമാതാവേ നീ സഹായിക്കണമേ. സ്ത്രീധനം കൊടുക്കുവാൻ കഴിവില്ലാത്ത പെൺകുട്ടികളുടെ പേരിൽ നീ കരുണ തോന്നി സ്ത്രീധനം കൊടുക്കുവാനുള്ള വഴി തുറന്നു കൊടുക്കണമേ. എല്ലാവരും കരങ്ങൾ നീട്ടി അമല മനോഹരി അമ്മയോട്. അമല മനോഹരി അമ്മയല്ലേ നീ, ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കാം. ഒരിക്കൽ കൂടെ അമല മനോഹരി അമ്മയല്ലേ നീ, ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കാം. ഇപ്പോൾ നിന്നവര് മുട്ടുകുത്തി നിൽക്കുന്നു. ഈ സമൂഹത്തില് പ്രിയപ്പെട്ട മക്കളെ, ദൈവവിളി സ്വീകരിച്ച ഒരു വൈദികനാകുവാൻ, ഒരു കന്യാസ്ത്രീയാകുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക. അഭിഷിക്ത ദാസിമാരും ഈ സമൂഹത്തിൽ ഇപ്പോൾ എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ വിളിക്ക് അനുയോജ്യമായ രീതിയിൽ പരിശുദ്ധാത്മാവിനാൽ ബലപ്പെട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയം. ഒരു സന്യാസിനിയാകാൻ ആഗ്രഹിക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കുക. ഒരു വൈദികനാകുവാൻ ആഗ്രഹിക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കുക. ഇല്ലെങ്കിൽ ഒരു ആത്മായ വചന പ്രഘോഷകനായി തീരുവാൻ ആഗ്രഹിക്കുന്നവര് എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ നീട്ടി അമ്മയുടെ നേരെ പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ നീട്ടി പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും ആവേ മരിയ ഉച്ചത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ആവേ മരിയ, ആവേ മരിയ, പരിശുദ്ധ അമ്മേ അത്ഭുതമാതാവേ, ഈ സമൂഹത്തിൽ പ്രാർത്ഥനാ നിരതരായി നിൽക്കുന്ന ഈ അഭിഷിക്ത ദാസമാരെ സമർപ്പിക്കുന്നു. നിന്റെ മണവാട്ടിമാരായി അഭിഷേകം ചെയ്യപ്പെട്ടുള്ള ഈ മക്കള് ഇവരുടെ ശാരീരികമായ രോഗങ്ങളിൽ നിന്ന് ഇവർക്ക് വിടുതലെന്ന സ്നേഹ സമ്മാനമായി അമ്മ കൊടുക്കണമേ. അതോടൊപ്പം തന്നെ ഇവരുടെ വിളിക്കനുസൃതമായ രീതിയിൽ യേശുവിന്റെ മണവാട്ടിമാരായി ഇവര് പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ച ജീവിതത്തിന്റെ അന്ത്യം വരെ ആത്മീയ ഫലത്തോടുകൂടി നിലനിർത്തുവാൻ, ശാരീരികമായ സൗഖ്യം ലഭിക്കുവാൻ ഇടയാകട്ടെ. ഒരു വൈദികനാകാൻ, ഒരു സന്യാസിനിയാകുവാൻ ആഗ്രഹിക്കുന്ന ഈ സമൂഹത്തിലെ മക്കളെ നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. അമല മനോഹരി അമ്മയല്ലേ നീ, എപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കാം. എല്ലാവരും കരങ്ങൾ ഉയർത്തി.